2002 കണ്ണൂർ ജില്ലയിൽ രജിസ്ട്രേഷൻ എടുത്തിട്ട് പ്രവർത്തനം ആരംഭിച്ച സംഘടനയാണ് SATU. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 30-ാം തീയതിയാണ് സംസ്ഥാന തലത്തിൽ ഈ സംഘടന പ്രവർത്തനം ആരംഭിക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഈ സംഘടനയുടെ ഘടകങ്ങൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വരുന്ന 9-ാം തീയതി കേരളത്തിൽ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഒരു തൊഴിലാളി സംഘടന എന്നുള്ള നിലക്ക് ഞങ്ങൾ കഴിഞ്ഞ 24 വർഷങ്ങളായിട്ട് ഇത്തരം തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല. കാരണം ഈ സംഘടനക്കകത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ള വിശ്വസിക്കുന്ന അംഗങ്ങളോ അനുഭാവികളോ ഒക്കെയാണ് ഞങ്ങളുടെ സംഘടനയിലെ പ്രവർത്തകരും അംഗങ്ങളും. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ രാഷ്ട്രീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ടെന്ന് ഞങ്ങൾ ആദ്യമേ പ്രഖ്യാപിക്കാറാണ് പതിവ്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 24 വർഷത്തിൽ ആദ്യമായിട്ട് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുകയാണ്. അതിന് കാരണം കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണി ഈ മേഖലയിൽ അടക്കമുള്ള തൊഴിലാളികളോട് സ്വീകരിച്ചിട്ടുള്ള അങ്ങേത്തലക്കൽ വിവേചനപരമായിട്ടുള്ള തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള നിയമങ്ങളും നടപടികളും അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് LDFനെതിരായിട്ട് ഇത്തവണ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവരുടെ വോട്ട് രേഖപ്പെടുത്തണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. 8 ലക്ഷത്തോളം വരുന്ന ഓട്ടോറിക്ഷകൾ കേരളത്തിൽ ഇന്ന് രജിസ്റ്റർ ചെയ്തിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 8 ലക്ഷം തൊഴിലാളികൾ തൊഴിലെടുക്കുന്ന ഈ മേഖലയിൽ അവരെ ആശ്രയിച്ച് ശരാശരി 4-5 അംഗങ്ങൾ ഉള്ള കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. ഭാര്യയോ കുട്ടികളും അവരുടെ മാതാപിതാക്കളും അടക്കം വരുന്ന എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 40 ലക്ഷത്തോളം വരുന്ന ആളുകൾ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു തൊഴിൽ മേഖലയാണ് ഓട്ടോറിക്ഷ തൊഴിലാളി മേഖല. പക്ഷേ കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ തൊഴിലാളി മേഖലയോട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിച്ചിട്ടുള്ള സമീപനം എന്താണെന്ന് ഞങ്ങൾ പരിശോധിക്കുമ്പോൾ തീർത്തും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് എതിരായിട്ടുള്ള ഒട്ടേറെ നിയമങ്ങളും അതുപോലെ തന്നെ നടപടികളും സ്വീകരിക്കുകയും ഓട്ടോറിക്ഷ തൊഴിലാളികളെ ഒരു തരത്തിലും ആശ്വസിപ്പിക്കാൻ വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്ത ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നിശബ്ദമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് ഇത്തവണ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഞങ്ങളെടുത്തുള്ള പൊതുവായിട്ടുള്ള രാഷ്ട്രീയ സമീപനം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പത്രസമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. ഞങ്ങൾ ഏതൊക്കെ മേഖലയിലാണ് ഈ സർക്കാർ തൊഴിലാളികളെ ദ്രോഹിച്ചത് എന്ന് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത്, ഈ അടുത്ത കാലത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ഓട്ടോറിക്ഷ എന്ന് പറയുന്ന ഒരു സംവിധാനം കേരളത്തിനകത്ത് നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഓട്ടോറിക്ഷയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ ഓട്ടോറിക്ഷകൾക്ക് ഇലക്ട്രോണിക് ഇതിലാണ്, അതിൻ്റെ ഇലക്ട്രിക്കൽ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഓട്ടോറിക്ഷകളാണ്. ആ ഓട്ടോറിക്ഷകൾക്ക് പെർമിറ്റിൻ്റെ ആവശ്യമില്ല. ഈ 8 ലക്ഷത്തോളം ഇന്ന് നിലവിലുള്ള കേരളത്തിലെ ഓട്ടോറിക്ഷകളെല്ലാം ഇന്ന് പ്രവർത്തിക്കുന്നത് RTOമാർ അനുവദിക്കുന്ന പെർമിറ്റ്, ആ പെർമിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പണം കൊടുത്ത് എടുക്കുന്ന പെർമിറ്റാണ്. ആ പെർമിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് സ്ഥലത്താണോ പാർക്ക് ചെയ്യേണ്ടത് ആ പാർക്കിംഗ് സ്ഥലത്ത് മാത്രമേ അതിന് പാർക്ക് ചെയ്ത് സർവീസ് നടത്താൻ അവകാശമുള്ളൂ. അതിന് പുറത്ത് മറ്റെവിടെയെങ്കിലും പോയി, ഉദാഹരണത്തിന് കണ്ണൂർ മുനിസിപ്പാലിറ്റിക്കകത്ത് പാർക്കിംഗ് പെർമിറ്റ് നൽകുന്ന അല്ലെങ്കിൽ കോർപ്പറേഷനകത്ത് ഏതെങ്കിലും കണ്ണൂർ ടൗൺ എന്ന് പറയുന്ന സ്ഥലത്ത് പാർക്കിംഗ് പെർമിറ്റുള്ള ഒരു ഓട്ടോറിക്ഷയ്ക്ക് മറ്റൊരു സ്ഥലത്തും പോയിട്ട് പാർക്ക് ചെയ്തിട്ട് സർവീസ് നടത്താൻ പറ്റില്ല. താഴെച്ചൊവ്വയോ വാരത്തോ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. താഴെച്ചൊവ്വ ചെയ്യണമെങ്കിൽ താഴെച്ചൊവ്വ പെർമിറ്റിൽ കാണിച്ചിരിക്കണം. എന്നാൽ ഈ ഓട്ടോറിക്ഷകൾക്ക്, ഈ പുതിയ ഓട്ടോറിക്ഷകൾക്ക് അത്തരത്തിൽ പാർക്കിംഗ് പ്ലേസിൻ്റെ ആവശ്യമില്ല, പെർമിറ്റിൻ്റെ പോലും ആവശ്യമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്ന് നിലവിലുള്ള 8 ലക്ഷം ഓട്ടോറിക്ഷകൾക്ക് അവരുടെ ജില്ലകളിൽ ഏത് ജില്ലയിലാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ ജില്ലയിൽ നിന്നും പരമാവധി അവർക്ക് ജില്ലക്ക് പുറത്തേക്ക് പോകാൻ സാധിക്കുക 20 കിലോമീറ്ററാണ്. ആ 20 കിലോമീറ്റർ പോയിട്ട് തിരിച്ചു വന്നോളാം അവരുടെ പാർക്കിംഗ് സെൻറ്ററിലേക്ക്.
എന്നാൽ ഈ ഓട്ടോറിക്ഷകൾക്ക്, പുതിയ ബാറ്ററി ഓട്ടോറിക്ഷകൾക്ക് അതിൻ്റെ ആവശ്യമില്ല. കണ്ണൂരിൽ ഓടുന്ന ഒരു പെർമിറ്റ് ഇല്ലാത്ത ഇലക്ട്രോണിക് ഓട്ടോറിക്ഷക്ക് തിരുവനന്തപുരത്തേക്കും തങ്ങളുടെ വണ്ടിയായിട്ട് പോകാം എന്ന് പറഞ്ഞാൽ ഈ തൊഴിൽ മേഖലയിലെ 8 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികളെ അങ്ങേത്തലക്കൽ തൊഴിൽ സുരക്ഷിതത്വം നിഷേധിച്ച് അവരെ തകർത്ത് തെരുവാധാരമാക്കാനുള്ള കോർപ്പറേറ്റ് താല്പര്യത്തിൻ്റെ ഭാഗമായിട്ട്. കാരണം ഇന്ന് ബജാജിൻ്റെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ആപ്പ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ഓട്ടോറിക്ഷ കമ്പനികൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി കോർപ്പറേറ്റുകളുടെ പുതിയ ഓട്ടോറിക്ഷകളാണ് വരുന്നത്. ഈ തൊഴിലാളികൾ 8 ലക്ഷം തൊഴിലാളികൾ അവരുടെ ഓട്ടോറിക്ഷ ചെറിയ ചാർജ്, ബാറ്ററി ചാർജ് ചെയ്തിട്ട് അവർക്ക് ഇതേ ചാർജ്, അതായത് യാത്രക്കാർ ഇപ്പോൾ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് നൽകുന്ന അതേ ചാർജ് തന്നെ മറ്റവർക്കും വാങ്ങിക്കാം. അപ്പോൾ ചെറിയ ചാർജ്, ബാറ്ററി ചാർജിൽ ചെലവഴിച്ച് ഓടുന്ന ഈ ഓട്ടോറിക്ഷകൾ ഇപ്പുറത്ത് 106 റുപ്യ പെട്രോളിന് കൊടുത്തിട്ട് അല്ലെങ്കിൽ 92 റുപ്യ ഡീസലിന് കൊടുത്തിട്ട് ആ ഡീസൽ അടിച്ച് ഓടുന്ന ഓട്ടോറിക്ഷകൾ. 2 കൂട്ടർക്കും കിട്ടുന്ന വരുമാനം 10-20 റുപ്യക്ക് ഏതാണ്ട് 100-150 കിലോമീറ്ററോളം ഓടാൻ സാധിക്കുന്ന ഈ ഓട്ടോറിക്ഷ. ഇപ്പുറത്ത് 1 ലിറ്റർ പെട്രോൾ അടിച്ചാൽ ആ പെട്രോളിന് 40 കിലോമീറ്റർ പരമാവധി ഓടാൻ പറ്റുന്ന മറ്റ് ഓട്ടോറിക്ഷകൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് വരുമാനത്തിൽ വലിയ ഇടിവ് സംഭവിക്കും. ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ ആ തൊഴിൽ മേഖലയിൽ നിന്ന് അപ്രത്യക്ഷമാകും. അല്ലെങ്കിൽ അവർ നിർബന്ധിതരാകും ഈ ഓട്ടോറിക്ഷകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. കോർപ്പറേറ്റുകൾ മാർക്കറ്റ് പിടിക്കുന്നതിൻ്റെ ഭാഗമായി അവർക്ക് വേണ്ടുന്ന നിയമനിർമ്മാണം നടത്തിയിരിക്കുക. ഈ ഓട്ടോറിക്ഷകൾ മുഴുവൻ തന്നെ ഒന്നുകിൽ ആ മേഖലയിലെ തൊഴിലാളികൾ ഈ ഓട്ടോറിക്ഷയിലേക്ക് മാറേണ്ടി വരും, അല്ലെങ്കിൽ പുതിയ തൊഴിൽ മേഖലയിലേക്ക് പോകേണ്ടി വരും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുന്നേ കൈത്തറി മേഖലയിലൊക്കെ വലിയ തൊഴിൽ തകർച്ചയുണ്ടായപ്പോൾ തൊഴിലാളികൾക്ക് കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് ചേക്കേറാൻ സാധിച്ചിരുന്നു. പക്ഷേ ഇന്ന് അതിനുള്ള സാധ്യതയില്ല. ഓട്ടോറിക്ഷ മേഖലയിലെ 8 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾ തിരുവാധാരമായാൽ അവർക്ക് ബദലായിട്ട് ഒരു തൊഴിൽ മേഖല തിരഞ്ഞെടുക്കാനില്ല. കാരണം ആധുനിക സാങ്കേതിക വിദ്യയുടെ ഈ കാലഘട്ടത്തിൽ ഈ തൊഴിലാളികളൊന്നും തന്നെ ആധുനിക സാങ്കേതിക വിദ്യ പഠിച്ചിട്ട് ഈ മേഖലയിൽ വന്ന ആളുകളല്ല. അവർക്ക് ഏതെങ്കിലും പുതിയ തൊഴിൽ മേഖലയിൽ തൊഴിൽ കണ്ടെത്താനുള്ള അവസരം പോലും ഇല്ലാത്ത ഒരു കാലത്ത് ഈ തൊഴിലാളികളെ തിരുവാധാരമാക്കുന്ന നടപടിയാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. കോർപ്പറേറ്റുകളുടെ വണ്ടി വിൽപ്പന, ലക്ഷക്കണക്കിന് വണ്ടികൾ ഇങ്ങോട്ടേക്ക് വരാനിരിക്കുകയാണ്. അതോടുകൂടി അവർക്ക് അതിൽ നിന്ന് കമ്മീഷൻ കിട്ടും. ഈ കമ്മീഷനൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടി അഴിമതിയുടെ ഭാഗമായിട്ട് ഈ ഓട്ടോറിക്ഷകൾക്ക് എല്ലാ സൗകര്യവും അവർക്ക് നിയമം ബാധകമല്ല, ഒന്നും ബാധകമല്ലാത്ത രീതിയിൽ നടപ്പിലാക്കുന്ന ഒരു സർക്കാരായി ഇടതുപക്ഷ സർക്കാർ മാറിയിരിക്കുന്നു. രണ്ടാമത് ക്ഷേമനിധിയാണ്. വാഹനത്തിൻ്റെ ഉടമവിഹിതം അടച്ചാൽ മാത്രമേ ടാക്സ് അടക്കാൻ പറ്റൂ. അതായത് ഒരു ഓട്ടോറിക്ഷയുടെ ടാക്സ് അടക്കണമെങ്കിൽ, RTO ഓഫീസിൽ ടാക്സ് അടക്കണമെങ്കിൽ ക്ഷേമനിധി ബോർഡിൽ പോയിട്ട്, ഓഫീസിൽ പോയിട്ട് ഉടമവിഹിതം അടക്കണം. ഉടമവിഹിതം അടക്കുമ്പോൾ തൊഴിലാളി വിഹിതം നിർബന്ധമല്ല. തൊഴിലാളി വിഹിതം അടച്ചിട്ടില്ലെങ്കിലും അവർക്ക് പരാതിയൊന്നുമില്ല. ഉടമവിഹിതം നിർബന്ധമായി അടച്ച് ആ അടച്ചതിൻ്റെ ഇത് അവിടെ കിട്ടും. അവിടെ ബ്ലോക്ക് ചെയ്യുമില്ലെങ്കിൽ നമ്മൾ ഒരു തൊഴിലാളി പോയിട്ട് ക്ഷേമനിധി അടക്കാത്ത, ഒരു ഉടമവിഹിതം അടക്കാത്ത ഒരു തൊഴിലാളി പോയിട്ട് ടാക്സ് അടക്കാൻ നോക്കുമ്പോൾ അവരുടെ ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. കാരണം അത് ബ്ലോക്കാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ പണം അടച്ച് അവരത് ഓപ്പൺ ചെയ്താൽ മാത്രമേ അപ്പുറത്ത് ടാക്സ് അടക്കാൻ പറ്റൂ. അങ്ങനെ നിയമം നിലവിലിരിക്കെ ഇത് ഒരു ഘട്ടം ടാക്സ് അടക്കുന്ന ഒരു സമയത്ത് തൊഴിലാളി ലീവാക്കി പോയി ഈ 2 കാര്യങ്ങളും ചെയ്യണം. അപ്പുറത്ത് ക്ഷേമനിധി വിഹിതം അടക്കണം, എന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് ടാക്സ് അടക്കണം. ആ തൊഴിലാളിയോട് തന്നെ വീണ്ടും പറയുകയാണ്, നിങ്ങൾ CF എടുക്കുമ്പോൾ, ബ്രേക്ക് എടുക്കുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. രണ്ടാമത്തെ എന്തിന്? കാരണം അവർ ടാക്സ് അടക്കുമ്പോൾ തന്നെ അവർ കൃത്യമായിട്ട് ഉടമവിഹിതം അടച്ചതിൻ്റെ തെളിവ് ഇപ്പുറത്ത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ടാണ് ടാക്സ് സ്വീകരിച്ചത്. ആ ടാക്സ് സ്വീകരിച്ചിരിക്കുന്ന തൊഴിലാളിയോട് വീണ്ടും പറയുകയാണ്, CF എടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് CF തരണമെങ്കിൽ നിങ്ങൾ ഉടമവിഹിതം അടച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് അവിടെ പോയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഹാജരാക്കണം. തൊഴിലാളികളെ ദ്രോഹിക്കുന്നതിൻ്റെ ഒരു ലിമിറ്റ് നിങ്ങൾ നോക്കുക. തൊഴിലാളി വിഹിതം നിർബന്ധമല്ല താനും. അപ്പോൾ ചോദ്യം, 8 ലക്ഷത്തോളം വരുന്ന ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തുന്ന കേരളത്തിൽ 8 ലക്ഷം ആളുകളിൽ നിന്ന് 120 രൂപ അല്ലേ,
60 120 രൂപയാണ് വാങ്ങിക്കേണ്ടത്. അതിൽ 60 രൂപ ഉടമ വിഹിതം നിർബന്ധമായും വാങ്ങിക്കുന്നു. 60 രൂപ തൊഴിലാളി വിഹിതം നിർബന്ധമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. അങ്ങനെ വേണമെങ്കിൽ എടുത്താൽ മതി എന്ന് പറയുമ്പോൾ ഈ 8 ലക്ഷം ഓട്ടോറിക്ഷകളുടെ ഉടമകളിൽ നിന്ന് പിരിച്ചെടുത്തിട്ടുള്ള വിഹിതം എവിടെ ക്ഷേമതി? 1991 പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള അതിൻ്റെ തെളിവുകൾ ഇവിടെയുണ്ട്, ഞങ്ങളുടെ കൈവശമുണ്ട്. ഇവർ ഓരോ കാലാകാലം പ്രസിദ്ധീകരിക്കുന്ന ഒട്ടേറെ വാഗ്ദാനങ്ങളുണ്ട്. അതിലൊരു വാഗ്ദാനം ഞാൻ വായിച്ചു തരാം. എത്ര തൊഴിലാളികൾക്ക് ആ വാഗ്ദാന പ്രകാരം പണം കൊടുത്തിട്ടുണ്ട് ക്ഷേമനിധി എന്ന് പറയണം. ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് കണക്കുമുണ്ട്. ഞങ്ങൾ അത് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ തരാം. റിട്ടയർമെൻറ്റ് ആനുകൂല്യം 40 വർഷത്തെ അംഗത്വത്തിന് 1,25,000 രൂപ എന്നത് 30 വർഷത്തിന്, 40 എന്നുള്ളത് 30 കുറച്ചു, 30 വർഷത്തിന് 1,45,264 രൂപയായി വർദ്ധിപ്പിച്ചു. എന്നിട്ട് പറയുകയാണ് 30 വർഷത്തിൽ സർവീസ് കുറവാണെങ്കിൽ തന്നെ അതിന് ആനുപാതികമായിട്ടുള്ള ഈ ആനുകൂല്യം ഞങ്ങൾ നൽകും. കേരളത്തിലെ എത്ര തൊഴിലാളികൾക്ക് കൊടുത്തിട്ടുണ്ട് ഈ ആനുകൂല്യമെന്ന് ക്ഷേമനിധി ബോർഡ് പറയണം. കൊടുത്തിട്ടില്ല, ഇന്നും കൊടുക്കുന്നില്ല. അടച്ച പണം പലിശ സഹിതം തിരിച്ചു കൊടുക്കും, ബാങ്കിലിട്ടതുപോലെ. ക്ഷേമനിധിയിലേക്ക് കേരള സർക്കാർ 1 രൂപ പോലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, 1 രൂപ പോലും. കേരളത്തിലെ മറ്റെല്ലാ ക്ഷേമനിധിയിലേക്കും കൺസ്ട്രക്ഷൻ മേഖലയിലായിരുന്നാലും കാർഷിക മേഖലയിലായിരുന്നാലും എല്ലാ മേഖലയിലുള്ള ക്ഷേമനിധികളിൽ ബഡ്ജറ്റിൽ പ്രൊവിഷൻ നീക്കിവെക്കുന്ന സർക്കാരാണ്. പക്ഷേ കേരളത്തിലെ 8 ലക്ഷം തൊഴിലാളികൾ തൊഴിൽ ചെയ്യുന്ന ഈ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് 8 ലക്ഷം ഓട്ടോറിക്ഷക്കാർ മാത്രമാണ്, അതിന് പുറമെ ബസ്സുണ്ട്, മറ്റ് വാഹനങ്ങളുണ്ട്, എല്ലാം ചേർന്നിട്ട് ലക്ഷക്കണക്കിന് മനുഷ്യർ ജോലി ഭാഗമായിട്ടുള്ള ഒരു ക്ഷേമനിധിയാണ്. ആ ക്ഷേമനിധിയിലേക്ക് 1 ഉറുപ്പിക ഈ കാലമായിട്ട്, ഇത്രയും കാലമായിട്ട് നീക്കി വെക്കാത്ത ഒരു സർക്കാരാണ് കേരളത്തിലെ സർക്കാർ. അത് മാറി മാറി വരിച്ച എല്ലാവരും ഉണ്ട്, എല്ലാവരും അത് ചെയ്തിട്ടുണ്ട്. LDF ആയാലും UDF ആയിരുന്നാലും ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സർക്കാർ എന്നിട്ട് ചെയ്തെന്താ വെച്ചാൽ 2000 കോടി ഉറുപ്പിക ഈ തൊഴിലാളികളുടെ ക്ഷേമനിധിയിൽ നിന്ന് 2000 കോടി ഉറുപ്പിക വായ്പ എടുത്തിരിക്കുക വർഷങ്ങളായിട്ട്. എന്നിട്ട് ആ വായ്പയിൽ 1 ഉറുപ്പിക തിരിച്ചടച്ചിട്ടില്ല. ഞങ്ങൾ വിവരാവകാശപ്രകാരം ചോദിച്ചു, 1 ഉറുപ്പിക തിരിച്ചടച്ചിട്ടില്ല. അങ്ങനെ തൊഴിലാളികളുടെ ക്ഷേമനിധിയിൽ നിന്ന് തട്ടിയെടുത്തിട്ട് ആ തട്ടിയെടുത്ത പണം അനുഭവിക്കുന്ന ഒരു സർക്കാരായിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടുത്തെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മാറിയിരിക്കുക. തൊഴിലാളി വർഗത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അധികാരത്തിലെത്തിയ സർക്കാർ മാറിയിരിക്കുകയാണ്. എന്തിനീ ഓട്ടോറിക്ഷ തൊഴിലാളികൾ വോട്ട് ചെയ്യണം?